നമ്മുടെ ഇവിടെ കേരളത്തിൽ നിന്ന് ജോർജ് കുര്യൻ എന്ന് പറയുന്ന ഒരു ബി.ജെ.പി. നേതാവിനെ ഇപ്പോൾ ബി.ജെ.പി. മന്ത്രിയാക്കിയിട്ടുണ്ട്. ആ മന്ത്രിയാക്കിയതിൻ്റെ പിന്നിൽ എല്ലാവരും പറയുന്നൊരു കാര്യം, ബി.ജെ.പിയിലെ ഏറ്റവും സാധാരണക്കാരനായ ഒരു നേതാവിന് പോലും മന്ത്രിയാകാൻ കഴിയുമെന്നുള്ള ഒരു ഉദാഹരണമാണ് അതെന്നൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇതങ്ങനെ ആയിരുന്നുവെങ്കിൽ സത്യത്തിൽ അൽഫോൺസ് കണ്ണന്താനമൊക്കെ ആകുന്നതിന് മുമ്പെങ്കിലും നമ്മുടെ ജോർജ് കുര്യനെ മന്ത്രിയാക്കേണ്ടതാണ്. അദ്ദേഹം മന്ത്രി ആകേണ്ട ആളാണ്, അതിന് അർഹതയുള്ള ആളാണ് എന്നുള്ളതിലൊന്നും എനിക്കൊരു എതിർപ്പില്ല. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ ആക്കിയിരിക്കുന്നതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഏറ്റവും സാധാരണക്കാരനായ ഒരാൾക്ക് പോലും മന്ത്രിസ്ഥാനം കൊടുക്കുമെന്നുള്ളതിനേക്കാളേറെ ബി.ജെ.പിയുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ ഉദ്ദേശം ഇപ്പോൾ ജോർജ് കുര്യന് കൊടുത്തിട്ടുള്ള രണ്ട് വകുപ്പുകളിലൊന്ന് മിനിസ്റ്റർ ഓഫ് മൈനോറിറ്റീസ് ആണ്. അപ്പോൾ ന്യൂനപക്ഷങ്ങൾ വകുപ്പാണ് ഒന്ന് കൊടുത്തേക്കുന്നത്. രണ്ടാമത്തേത് ഫിഷറീസ് വകുപ്പ്, അനിമൽ ഹസ്ബൻഡറിയാണ് അദ്ദേഹത്തിന് കൊടുത്തേക്കുന്നത്. ഈ ന്യൂനപക്ഷങ്ങളെ സംബന്ധിക്കുന്ന വകുപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിൽ ഇപ്പോൾ ഏതാണ്ട് കഴിഞ്ഞ തവണത്തെ CSDS സർവേ തന്നെ പറയുന്നത് 5% വോട്ടുകൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും ബി.ജെ.പിയിലേക്ക് ഇത്തവണ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ കണക്ക് കൂട്ടുന്നത്. നമ്മുടെ ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഏതാണ്ട് 32% ആളുകൾ ഈ പറയുന്ന ബി.ജെ.പിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്, അല്ലെങ്കിൽ NDA മുന്നണിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. 45% വരുന്ന നായർ വിഭാഗങ്ങൾ, അവർ നേരത്തെയും നായർ നമ്പൂതിരി വിഭാഗങ്ങൾ ബി.ജെ.പിക്ക് വോട്ട് ചെയ്തിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കൃത്യമായി ബി.ജെ.പി വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ളൊരു മൂവാണ് ജോർജ് കുര്യൻ്റെ കാര്യത്തിൽ നടത്തിയത്. കാരണം ഒന്ന്, ഒരു സിറിയൻ കാത്തലിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്രിസ്ത്യൻ മതവിഭാഗത്തിനൊക്കെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരാളെ മന്ത്രിസ്ഥാനം ഏൽപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന രണ്ട് വകുപ്പുകൾ, ഒന്ന് ന്യൂനപക്ഷമാണ് വകുപ്പാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങളുമായി, പ്രത്യേകിച്ചും കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുമായി, അത് മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുണ്ട്, പക്ഷേങ്കിലും ക്രിസ്ത്യൻ ന്യൂനപക്ഷവുമായി വളരെ കൃത്യമായിട്ടുള്ള ഒരടുപ്പമുണ്ടാക്കാനും അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും കുറേ കൂടി വോട്ടുകൾ, അതായത് ഇപ്പോൾ 5% അതൊരു 10%, 12% ഒക്കെ സമാഹരിക്കാൻ കഴിയുന്ന ലെവലിലേക്ക് ജോർജ് കുര്യൻ എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ജോർജ് കുര്യനെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യം. അത് ജോർജ് കുര്യന് ഭംഗിയായി ചെയ്യാൻ കഴിയുന്ന ഒരാളാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കാരണം അദ്ദേഹം ഏതാണ്ട് 19ാമത്തെ വയസ്സിൽ 1980 മുതൽ യുവമോർച്ചയിൽ വരികയും പിന്നീട് ജനതാ പാർട്ടിയൊക്കെ ആയിട്ട് നിൽക്കുകയും പിന്നീട് യുവമോർച്ചയിലേക്ക് വരികയും പിന്നെ അതിനുശേഷം കൃത്യമായ അച്ചടക്കമുള്ള ഒരു പ്രവർത്തനമായി ഇത്രയും കാലം ബി.ജെ.പിയിൽ നിന്നിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തെ വ്യക്തമായത് ഏൽപ്പിച്ചിരിക്കുന്നു. കാരണം അദ്ദേഹം ആ വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ കൂടി ആയതുകൊണ്ടാണ് കൃത്യമായ ഒരു നീക്കം ബി.ജെ.പി നടത്തിയിട്ടുള്ളത്. രണ്ടാമത്, ഇതിന് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന അടുത്ത വകുപ്പ് ഫിഷറീസ് എന്ന് പറയുന്ന വകുപ്പാണ്. ആ വകുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു തീരദേശ മേഖല, അതായത് കോവളവും പാറശാലയും മുതൽ നിങ്ങളിങ്ങോട്ട് തിരുവനന്തപുരം മുതൽ എടുത്തു നോക്കിയാൽ കൊല്ലവും നീണ്ടകരയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ മുതൽ ഇപ്പോൾ ആലപ്പുഴ വരെയുള്ള വലിയ പ്രദേശങ്ങളിലേക്ക്, അതായത് നമ്മുടെ മത്സ്യബന്ധന മേഖലകളിലേക്ക്, അല്ലെങ്കിൽ അവിടുത്തെ ആളുകളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ കഴിയുന്ന നിരവധി പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിക്കാനും അത് നടപ്പിലാക്കാനും അത് ഉദ്ഘാടനം ചെയ്യാനും ഒക്കെ കഴിയുന്ന ഒരാളായിട്ട് കൂടി സത്യത്തിൽ ഈ പറയുന്ന നമ്മുടെ ജോർജ് കുര്യൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി അടുത്ത 2026 തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുന്നതിന് മുൻപ് തന്നെയുള്ള പദ്ധതികൾ കൃത്യമായ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് അത് ജോർജ് കുര്യനെ ഇൻട്രസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത് അർഹതയില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ പറയുന്നൊരു കാര്യം, അദ്ദേഹത്തിന് ഇത് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് പോലും ബി.ജെ.പിയിൽ ഇത്തരത്തിൽ ഉയരാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജ് അല്ല. അങ്ങനെ മെസ്സേജ് ആയിരുന്നുവെങ്കിൽ അൽഫോൺസ് കണ്ണന്താനത്തിലേക്ക് ഇത് പണ്ടേ ഏൽപ്പിച്ചതാണ്, പക്ഷേ ഇത് നടന്നില്ല. അതിനേക്കാൾ ഭംഗിയായി എന്തായാലും ജോർജ് കുര്യൻ ചെയ്യുമെന്ന് തന്നെ വിചാരിക്കുന്നു. അതുകൊണ്ട് ജോർജ് കുര്യന് കൊടുത്തിട്ടുള്ള സ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. ഒന്ന്. രണ്ടാമത്തത്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ പറയുന്ന നമ്മുടെ സുരേഷ് ഗോപി ഒരു മന്ത്രിയായി എങ്ങനെ പ്രവർത്തിക്കുന്നത്. നമുക്ക് ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കാം, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്മച്യൂരിറ്റിയും വലിയ പ്രശ്നമായി ബി.ജെ.പിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് ജയിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞൊരു വാചകം, ഞാനൊരിക്കലും ഇത് രാഷ്ട്രീയപരമായി കിട്ടിയ വോട്ടല്ല, അരാഷ്ട്രീയമായി കിട്ടിയ വോട്ടാണെന്നും അത് സുരേഷ് ഗോപിക്ക് വ്യക്തിപരമായി കിട്ടിയ വോട്ടാണെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞു. അതൊക്കെ അദ്ദേഹം വാക്കുകളുടെ അർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. രണ്ടാമത്, അദ്ദേഹത്തിന് കൊടുത്തേക്കുന്നത് പെട്രോളിയം എന്ന് പറയുന്ന
ഒരു മിനിസ്ട്രിയാണ്. പിന്നെ സാംസ്കാരിക വകുപ്പൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇതിൽ രണ്ടിലും അദ്ദേഹം ഗംഭീരമായി പെർഫോം ചെയ്യും എന്നുള്ളൊരു വിശ്വാസം എനിക്കില്ല. കാരണം പലപ്പോഴും അദ്ദേഹത്തിന് പറ്റിയൊരു ജോലിയാണ് ഇതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം കുറച്ചുകൂടി നിഷ്കളങ്കനായ, വളരെ അത്രമാത്രം ഒന്നും ഇൻ്റലിജൻ്റായ ഒരു മനുഷ്യനാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം ആവേശമുള്ള, ആളുകളെ കൂട്ടാൻ കഴിയുന്ന ഒരു ക്രൗഡ് പുള്ളറാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഈ മന്ത്രിസഭ സ്ഥാനം അദ്ദേഹത്തിന് ഒരു ഭാരമാകാനാണ് സാധ്യത. അദ്ദേഹത്തിൻ്റെ ഓരോ കമൻറ്റുകളും ഓരോ കാര്യങ്ങളുമൊക്കെ തന്നെ പലപ്പോഴും BJPക്ക് തന്നെ വലിയ പാരയായി വന്നേക്കാം. കാരണം ഒരു സിനിമാറ്റിക്കായ ഡയലോഗുകളും സംഭാഷണങ്ങളുമാണ് അദ്ദേഹം ഇപ്പോഴും ഉള്ളത്. അദ്ദേഹം സത്യത്തിൽ ഇപ്പോഴും സുരേഷ് ഗോപിയല്ല, ഭരത്ചന്ദ്രനായി തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് അത് വലിയ പ്രശ്നമായേക്കും. പക്ഷേ BJPക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു മന്ത്രി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജോർജ് കുര്യൻ ആയിരിക്കും. ഇത് വ്യക്തിപരമായ ഏതെങ്കിലും അനിഷ്ടമോ ഇഷ്ടമോ ഉള്ളത് കൊണ്ടല്ല പറഞ്ഞത്. വളരെ കൃത്യമായ നിഷ്പക്ഷമായ ഒരു അനാലിസിസിൻ്റെ പുറത്താണ് പറഞ്ഞത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, സുരേഷ് ഗോപി മന്ത്രിയാവുകയോ ഒരു BJP നേതാവായി ഉയർത്തിക്കാണിക്കുകയൊക്കെ ചെയ്താൽ അത് പലപ്പോഴും ഒരു വലിയ ഒരുപാട് തലവേദനകൾ BJPക്ക് സൃഷ്ടിക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കത കൊണ്ടും പലപ്പോഴും വളരെ ഇമോഷണലി പൊട്ടിത്തെറിക്കുന്നുണ്ടൊക്കെ അദ്ദേഹം പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞു പോകും. നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ ആണെങ്കിൽ ഒളിച്ചു വെക്കേണ്ടത് ഒളിച്ചു വെക്കാനും കപടമായി അഭിനയിക്കാനും ഒക്കെ വളരെ താല്പര്യമുള്ള ആളുകളാണ്, അല്ലെങ്കിൽ അതിന് കഴിവുള്ള ആളുകളാണ്. അത്രയൊന്നും കഴിവ് സത്യത്തിൽ സുരേഷ് ഗോപിക്ക് പൊളിറ്റിക്സിൽ ഇല്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഈ കാര്യത്തിൽ, അതായത് ഈ ജോർജ് കുര്യൻ്റെ കാര്യത്തിൽ BJP കാണിച്ചിട്ടുള്ളതും അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള വകുപ്പുകളും അതീവ പ്രാധാന്യം അർഹിക്കുന്നു. അത് 2026 ഒരു പ്ലാനിൻ്റെ, ഒരു ഷോർട്ട് ടൈം പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജോർജ് കുര്യനെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ പ്ലാൻ നേരത്തെ പോലെ തുടങ്ങിയതാണ്. കാരണം ഹിന്ദു മുസ്ലിം വിഭജനം അല്ല അവർ ലക്ഷ്യമിട്ടിരുന്നത്. RSS സംഘപരിവാർ ആളുകൾ നേരത്തെ തന്നെ ലക്ഷ്യമിട്ടിട്ടുള്ളത് ഈ ക്രിസ്ത്യൻ മതവിഭാഗത്തെ കേരളത്തിൽ എങ്ങനെ ഹിന്ദു മതവിഭാഗത്തോടും അല്ലെങ്കിൽ BJPയോടും അടുപ്പിക്കാം എന്ന് തന്നെയാണ് അവർ വിചാരിച്ചിരുന്നത്. അതിൽ ഏതാണ്ട് അവർ ഒരു 5% എന്ന് പറയുന്നത് CSDSൻ്റെ സർവ്വേ വിശ്വസിക്കാമെങ്കിൽ അവർ ഫലം കണ്ടിരിക്കുന്നു. അതൊരു 15-20% ബാക്കിയാൽ അവരിവിടെ വലിയ അത്ഭുതങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല.